മറ്റുള്ളവർക്ക് സീറ്റ് വാങ്ങിച്ചു കൊടുക്കണ്ട. നോക്കടാ ഇപ്രാവശ്യം നിങ്ങക്ക് സീറ്റ് എന്തായാലും നോക്കണത്. ഇത് ആരാ വരണം നോക്കിയടാ. അമ്പലം പിഴുങ്ങിയ മെമ്പറേ നീ എന്താണ് ഇലക്ഷന് മത്സരിക്കലാന്ന് പറഞ്ഞത്? കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷത്തോട് ചോദിച്ചല്ലേ എന്താ മത്സരിക്കാത്തത്? നിന്നെ കണ്ണിനും തെറ്റി കണ്ണൊക്കെ ചോദിച്ചിരിക്കണ്ടല്ലോ, എന്താണ്? എനിക്ക് കണ്ണീച്ചോരുള്ളത് കൊണ്ടാണ് എന്റെ കണ്ണ് ചോണ്ടിരിക്കുന്നത്, വേറെ പലർക്കും ഇല്ലാത്തതാണ്. ഞാൻ ഒരു പ്രാവശ്യം നിന്ന് ഞാൻ ഭൂരിപക്ഷത്തോട് ജയിക്കുകയും ചെയ്തു. ഇനി മറ്റുള്ളവർ നിൽക്കട്ടെ, എല്ലാവർക്കും വേണ്ടേ, അവരും പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരല്ലേ. പിന്നെ ഈ മെമ്പർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സേവ ചെയ്യുന്നവരാണ്, ജനങ്ങളുടെ ജോലിക്കാരാണ്, അല്ലാണ്ട് ജനങ്ങളുടെ രാജാക്കന്മാരല്ല, അവർ ഭരിക്കുന്നവരല്ല. പിന്നെ എനിക്ക് നിന്നെപ്പോലെ അധികാരമാവുന്നില്ല. നിനക്കാണ് സ്വന്തം വാർഡിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അപ്പുറം പോയി നിൽക്കൽ, ഇപ്പുറം പോയി നിൽക്കൽ, ഭാര്യനെ ഇരുത്തൽ, മരുമോളെ ഇരുത്തലൊക്കെ. എന്തിനു വേണ്ടിയാണെന്ന് അറിയാലോ, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയല്ല, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ്. എത്രയോ പേര് ഇവരൊക്കെ പാർട്ടിക്ക് വേണ്ടി എത്രയോ നാളെ കഷ്ടപ്പെടുന്നു. അവര് നിക്കട്ടെ. ഇവന്മാർക്കെല്ലാം നക്കാപ്പിച്ചോടത്ത് ഒഴിവാക്കടാ. നീ പറ്റില്ലെങ്കിൽ അത് എന്നോട് പറ, ഞാൻ നീ ആയതുകൊണ്ടാണ്. എനിക്കറിയാം സീറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. എന്നാ പർച്ചേസ് ചെയ്യാൻ ചന്തേ? അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഞാൻ നീ എന്ത് വിചാരിച്ചു? ഹലോ, 8-55 കൊടു. 9-75 അവിടെ കുറഞ്ഞ് 1 കൊടുത്ത് സെറ്റ്. ബാക്കി 10 മാരെന്നൊക്കെ നമുക്ക് നോക്കാം. എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിച്ച് 2-3 സ്ഥാനാർത്ഥികളെ വേണം. ഓക്കെ, ജയിപ്പിക്കണ ആരുമൊക്കെ നമുക്ക് നമ്മുടെ അതിലല്ലേ പൈസയുള്ളത്. ഓക്കെ.